أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ സെക്കൻഡുകൾ വെച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തടയപ്പെട്ടാൽ ജീവിതത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ കൈകാലിട്ടടിക്കുന്നവനാണ് മനുഷ്യൻ. അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിന്റെ നിലയും വിലയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ശുക്ർ കാണിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത്. അത്തരത്തിലുള്ള അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, അവന്റെ മുമ്പിൽ വിനയാന്യതരായി ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഈദുൽ ഫിത്ർ അതിന്റെ എല്ലാ സൗന്ദര്യങ്ങളോടും കൂടി നമ്മൾ ആഘോഷിച്ചു. പിന്നീടുള്ള 6 നോമ്പുകൾ ഷവ്വാലിലെ ഏതാണ്ട് അതും നമ്മൾ സാധ്യമായവരെല്ലാം പൂർത്തീകരിച്ചു. വീണ്ടും ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് ഇറങ്ങുക. ഇനിയൊരു 11 മാസം കഴിഞ്ഞ് ആർക്കൊക്കെയാണോ അള്ളാഹു തൗഫീഖ് നൽകുന്നത് അവരായിരിക്കും അടുത്ത റമദാനിനെ സ്വീകരിക്കുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്, ആഫിയത്തോടു കൂടിയ ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഇങ്ങനെ കടന്നു പോകുന്ന റമദാനിനോട് നീതി പുലർത്തുക, ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ ആർജിച്ചെടുത്ത വിശ്വാസത്തിന്റെ കരുത്ത് ചോർന്നു പോകാതെ സൂക്ഷിക്കുക എന്നത് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ച പരമപ്രധാനമായ ഒരു കാര്യമാണ്. 30 ദിവസം നമ്മൾ വീട് വൃത്തിയാക്കി 1-ാം തീയതി വീണ്ടും ചെളിവാരി വീടിനുള്ളിലേക്ക് വലിച്ചെറിയുന്ന പ്രകൃതം ഭൂഷണമല്ല. 30 ദിവസം ഹൃദയത്തെ സൂക്ഷിച്ച് വൃത്തിയാക്കി ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്ത് ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് ശവ്വാലിന്റെ 1-ാം തീയതി മുതൽ വീണ്ടും അതിനെ വലിച്ചുവാരി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടത് റമദാനിലേക്കുള്ള ഒരു പാക്കേജ് സ്വീകരിക്കാനല്ല, റമദാനികളാകാനല്ല, മറിച്ച് റബ്ബാനികളാകാനാണ്. റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കുന്ന, അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന റബ്ബാനികൾ. സൂറത്തിൽ ആലി ഇമ്രാനില് ഞാൻ നേരത്തെ ഓതി വെച്ച സൂറ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മാകാന ലി ബശറിൻ അൻ യൂതിയല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ. പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. വേദഗ്രന്ഥവും തത്വജ്ഞാനവും നുബുവത്തും ലഭിച്ച ഒരാൾക്കും ഭൂഷണമല്ല. സുമ്മ യഖൂലു ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ എന്റെ അടിമകളാവണം എന്ന് ഒരു പ്രവാചകനും ഒരു മനുഷ്യനും അങ്ങനെ കൽപ്പിക്കുക സാധ്യമല്ല. വലാകിൻ കൂനു റബ്ബാനീന, നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിലുള്ള ആളുകളായി മാറണം. ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. നിങ്ങൾ ഓതിപ്പടിച്ച വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങളെ പഠിപ്പിക്കപ്പെട്ട ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കുന്ന. ആരാ റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ? റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ മാസത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരല്ല. ജീവിതം മുഴുവൻ റബ്ബിന് വിധേയമാക്കി ജീവിക്കുന്ന ആളുകൾ.
അങ്ങനെ ജീവിക്കണമെന്നാണ് മുഴുവൻ പ്രവാചകന്മാരും തങ്ങളെ സമൂഹങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ പാഴാക്കി കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ നമ്മളിൽ ഉണ്ടാകരുത്. റമദാനിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. എല്ലാ അർത്ഥത്തിലും തിലാവത്തുൽ ഖുർആൻ, നമസ്കാരം, നോമ്പ്, ആരാധനകൾ, തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തഹജ്ജുദ്, തറാവീഹ്, ഖിയാമുൽ ലൈൽ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഒരു മാസത്തെ നമ്മളങ്ങ് വല്ലാതെ ഉപയോഗിച്ചു. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഉപയോഗിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ. പക്ഷെ ആ ഉപയോഗത്തിന് ശേഷം ആ മാസം അങ്ങ് കടന്നു പോകുമ്പോ യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലാ തുബ്തിലു അഅമാലക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയല്ലോ, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കലമുടക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല, വൈകുന്നേരം വരെ അവൾ നൂല് നൂറ്റു. അല്ലത് ഈ നക്കലത്തെ വസുലഹ, ആ വൈകുന്നേരമായപ്പോ ആ നെയ്തെടുത്ത വസ്ത്രം മുഴുവൻ കീറിക്കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു മദീനയിൽ. അവളെ പോലെ ആകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ പാഴാകാൻ പാടില്ല. റമദാനിൽ നമ്മൾ ശീലിച്ച കുറെ ശീലങ്ങളുണ്ട്, നല്ല ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. അതിനാണല്ലോ ട്രെയിനിങ് എന്ന് പറയാം. ഒരു ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങുന്ന ആള് പിറ്റേന്ന് മുതൽ അതിന് വിരുദ്ധമായതാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ആ പണിക്ക് പറ്റൂല എന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് എന്തൊക്കെ നല്ല ശീലങ്ങൾ റമദാനിൽ നമ്മൾ നടപ്പിലാക്കിയോ, പ്രത്യേകിച്ചും ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് 2 ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അള്ളാന്റെ റസൂല് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിലൊന്ന് സുബൈ നമസ്കാരമാണ്. സുബൈ നമസ്കാരത്തിന് ജമാഅത്തായിട്ട് പള്ളിയിൽ വരിക, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നമസ്കാരത്തിന് എത്തുക. രണ്ടാമത്തത് ഇഷാ നമസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് ഒരാൾ ഇഷാ നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നമസ്കരിച്ചതിന് സമാനമാണ്. പിന്നെ പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ, സുബൈ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമൽ ലൈലു കുല്ലു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. റമദാനിൽ നമുക്കിത് പറ്റി. നമ്മുടെ സുബൈകൾ ഖളായിരുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിരുന്നില്ല. സുബൈയുടെ മുമ്പുള്ള സുന്നത്ത് നമുക്ക് കിട്ടി. ഒന്ന് ആലോചിക്കുക, ശവ്വാൽ വന്നതിന് ശേഷം എത്ര സുബൈ നമുക്ക് ജമാഅത്തായിട്ട് കിട്ടി? എത്ര സുബൈയുടെ മുമ്പുള്ള സുന്നത്ത് നമ്മൾ നമസ്കരിച്ചു? ആ 6, 7, 5, 8 ദിവസത്തെ മാത്രം കണക്കെടുത്താൽ നമ്മുടെ റമദാനും ശവ്വാലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫഅയ്ന തദ്ഹബൂൻ, അവിടെയാണ് റബ്ബ് ചോദിക്കുന്നത്, എങ്ങോട്ടായി യാത്ര? അള്ളന്നല്ലേ റമദാനിൽ, അള്ളന്നല്ലേ ശവ്വാലിലുള്ളത്? അള്ള മാറിയിട്ടില്ല. അവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാപട്യം കാണിക്കുകയായിരുന്നോ, നിഫാഖ് കാണിക്കുകയായിരുന്നോ ഈ ഒരു മാസം? അതല്ല, നിങ്ങൾ അള്ളാഹുവിനെ പറ്റിക്കാനുള്ള പണിയാണോ ചെയ്തത്? ചുളിവിൽ എങ്ങനെയെങ്കിലുമൊക്കെ റയ്യാനിലേക്ക് എത്തി സ്വർഗത്തിലേക്ക് കടന്നുകൂടാമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുബഹി നമസ്കാരം, ഇശാ നമസ്കാരം, ഞാൻ 2 നമസ്കാരങ്ങളെ കുറിച്ച് പറയാൻ കാരണം സാധാരണ പള്ളിയിലേക്ക് എത്താൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ബശ്ശറിൽ മശ്ശാഈന ഫി ദുൽമി ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഇരുട്ടുണ്ടാകൽ സാധാരണ ഇശാക്കും സുബൈക്കുമാണ്, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ബിൻ നൂരി താമി യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിലെ പൂർണ്ണമായ പ്രകാശത്തെ കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നമസ്കാരങ്ങളിൽ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, നമ്മൾ ആ ഒരു മാസവും പല ആളുകളും എടുത്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിലേക്ക് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സമർപ്പിച്ചു. പക്ഷെ ശവ്വാലിൽ അത് നിന്നുപോയോ? ഇപ്പൊ ഖിയാമുൽ ലൈലില്ലേ? ഖിയാമുൽ ലൈലിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസായി യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ അള്ളാഹ് ചെയ്തു വെച്ച് പറഞ്ഞു കൊടുത്ത ഒരു പണി, പാതിരാവിൽ അള്ളാഹുവിന്റെ മുമ്പില് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക, സുന്നത്തായിട്ട് ഐച്ഛികമായ രീതിയിൽ അള്ളാഹുവിലേക്ക് രാത്രിയിൽ പടച്ചവനിലേക്ക് വിലയം പ്രാപിക്കുക. ഉന്നതമായ സ്ഥാനം താങ്കൾക്ക് അള്ളാഹു നൽകിയേക്കാം. സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മനാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ.
ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? നമുക്ക് തന്നെയല്ലേ ഇത് പറയുന്നത്? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ, അവരുടെ കിടക്കകളിൽ നിന്ന്, ബെഡിൽ നിന്ന് അവരറിയാതെ അങ്ങോട്ട് എഴുന്നേൽക്കും. എന്തുകൊണ്ട്? യദ്ഊന റബ്ബുഹും ഖൗഫൻ വതമഅൻ, പേടി ഒരു ഭാഗത്ത്, പ്രതീക്ഷ മറുഭാഗത്ത്, അത് രണ്ടും കൂടി ഉൾച്ചേർന്ന ഒരു വികാരത്തില് ബെഡിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോകുന്ന സത്യവിശ്വാസികൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ നോമ്പ് എന്ന് പറയുന്നത് മുഹറം 9ഉം 10ഉം ആണ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീദ, നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പ് നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ്. ആ നമസ്കാരം ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചവരാണ് റമളാൻ. അതെന്തുകൊണ്ട് നമുക്ക് നിത്യമാക്കിക്കൂടാ? നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണത്. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ട് റബ്ബ് തരാത്തത്? ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട്, ഞാൻ എത്ര കാലമായി റബ്ബിനോട് ചോദിക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലും തഹജ്ജുദിൽ ചോദിച്ച ഒരു സാധനം സംഗതി നിങ്ങൾക്ക് കിട്ടാതിരുന്നുണ്ടോ? ഉണ്ടാവില്ല. ആത്മാർത്ഥമായി നിങ്ങൾ തഹജ്ജുദിൽ ചോദിച്ച ഒരു സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാതിരിക്കില്ല. കാരണം ഏറ്റവും സമീപസ്ഥമായ ആകാശത്തേക്ക് വന്ന് റബ്ബ് അവന്റെ മലായികത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്റെ അടിമകൾ എവിടെ? എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എന്നോട് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആവശ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്ന, ഇത്ഖും മിനന്നാർ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ അടിമകൾ എവിടെ എന്ന് അള്ളാഹു അവന്റെ മുഖറബീങ്ങളായ മലായികത്തുകളോട് ചോദിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക്, അടിമകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചോദ്യവും പാഴായി പോവുകയില്ല. ചോദിക്കാൻ നമ്മൾ ഉണ്ടാകുന്നില്ല എന്നത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് ആ നമസ്കാരം നിത്യമാക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് റമദാനിൽ നമ്മൾ നന്നായിട്ട് പുരോഗതി ഉണ്ടായി. പലരും 1ഉം 2ഉം ഖത്തം തീർത്തു, അൽഹംദുലില്ലാ. ചിലർ ഖുർആനിന്റെ ഏതാനും സൂറകൾ പഠിച്ചു, തജ്വീദോടുകൂടി ഓതാൻ പഠിച്ചു. ശവ്വാൽ വന്നപ്പോഴോ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? അന്ന് ഖത്തം തീർത്തതിന്റെ ശേഷം ഒരു ജുസ് ഓതിയവരുണ്ടോ? ഉണ്ടാവും, അൽഹംദുലില്ലാ. ഇല്ലാന്നൊന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഖുർആനുമായുള്ള ആ ബന്ധം, ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹി അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധ വേദഗ്രന്ഥം. വയുബശ്ശിരിൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളോട് സന്തോഷ വാർത്ത പറയണം. അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വ്യക്തികൾ കാലിയായ വീടുകൾ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല ജീവിതത്തിൽ ഒരു എളുപ്പവും ഒരു നേരായ ഒരു സംഗതി ഒന്നും റബ്ബ് തരൂല. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, എന്റെ ദിക്റിൽ നിന്ന് പിറകോട്ട് പോയാൽ, എന്റെ തിലാവത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് പിറകോട്ട് പോയാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, കുടുസായ ജീവിതം ഞാൻ അവന് കൊടുക്കും. അങ്ങോട്ട് ഇട്ടിട്ട് ഞെരുക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല, എന്തായാലും സംതൃപ്തി വരൂല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, തീർന്നില്ല, അന്ധനായിട്ടായിരിക്കും നാം അവനെ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് അള്ളാന്റെ ആളുകൾ എന്ന് പറയുന്ന ഖുർആനിന്റെ ഒരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാന്റെ ആളുകളുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് റസൂല്? അവര് എല്ലാവരും അള്ളാന്റെ ആൾക്കാരല്ലേ, പിന്നെ എങ്ങനെ അള്ളാന്റെ ഒരു പ്രത്യേക വിഭാഗം? റസൂല് പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ ഖുർആനിന്റെ ആളുകളാണ്, അവർ അള്ളാഹുവിന്റെ പ്രത്യേകമായ ദാസന്മാരാണ്, പ്രത്യേകമായ അള്ളാഹുവിന്റെ അഹിലുകാരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഇല്ലാത്ത ഒരു ദിവസം കടന്നു പോകരുത്. അത് കൈകൊണ്ട് തൊടാത്ത, അതിന്റെ ഒരു പേജ് ഓതാത്ത, അതിലൂടെ വന്ന് കടന്നു പോകാത്ത, നമ്മുടെ വിരലുകൾ കൊണ്ട് ആ ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. ഖുർആനിനെ സ്നേഹിക്കാൻ അങ്ങനെയാണ്. എന്റെ ഒരു വല്യമ്മ എനിക്ക് ഓർമ്മയുണ്ട്. അവർക്ക് ഓതാൻ അറിയില്ല, കാരണം ആ കാലത്ത് പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. അവർ ജീവിതത്തിൽ എപ്പോ ഞാൻ നോക്കുമ്പോഴും മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് അതിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെ കയ്യിന്റെ വിരലിലൂടെ ഇങ്ങനെ ഓടിച്ചോടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഞാനൊരിക്കൽ ചോദിച്ചു, നിങ്ങളിത് ഓതുന്നുണ്ടോ ഉമ്മ? ഇല്ല, എനിക്ക് ഓതാൻ അറിയില്ല മോനെ. പിന്നെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഈ ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ എന്റെ വിരല് ഞാനിങ്ങനെ ഓടിക്കാണ്, അത് പുണ്യകരമാണ് എന്ന് എന്നോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതൊരു വികാരമാണ്. എന്റെ വിരലുകൾ ആ ഖുർആനിന്റെ പദങ്ങൾക്കടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്
എന്റെ ഖബറിലേക്ക് ഖുർആനിന്റെ വെളിച്ചമെത്തിക്കാൻ കഴിയുമെന്ന ഒരു വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ലാത്ത ആ വല്യമ്മയുടെ വെളിവ് പോലും എല്ലാ അക്ഷരങ്ങളും പഠിച്ച് നമുക്കില്ലാതെ പോകുമ്പോഴാണ് ഖുർആൻ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. അത് റമദാനിന് ശേഷം സംഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആനുമായി നിരന്തരമായ ബന്ധം. അതുപോലെ തന്നെ കുറെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ റമദാൻ മാസത്തിൽ ഉണ്ടാക്കി. നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നു. ആളുകളോട് ദേഷ്യപ്പെടൂല, ഇച്ഛകളെ നിയന്ത്രിച്ചു, വാക്കില്, പ്രവൃത്തിയില്, പെരുമാറ്റത്തില് കോപത്തെ നിയന്ത്രിച്ചു. ആ നിയന്ത്രണവും ആ ചിട്ടയും വട്ടവും ഒക്കെ റമദാന് കഴിഞ്ഞാൽ ഇല്ലാതായി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖുല്ലി ഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ. എന്റെ അടിമകളോട് പ്രവാചകരെ പറയണം, നല്ല വാചകങ്ങൾ അവർ പറയട്ടെ, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറട്ടെ. ഇന്ന ശൈത്താന യൻസഉ ബൈനഹും. എന്തുകൊണ്ടെന്നാൽ പിശാച് അവർക്കിടയില് കുഴപ്പമുണ്ടാക്കും. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വ മുബീന. പിശാച് അവരുടെ ഇടയിൽ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ റമദാനിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ ഇന്നി സ്വായിമുൻ. ആളുകളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചൂടാവേണ്ട സന്ദർഭം വരുമ്പോ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും എവിടെയാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും മനസ്സിനെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഇന്നി സ്വായിമത്തുൻ, ഞാൻ നോമ്പുകാരിയാണ്, എനിക്ക് നിന്നോട് ഇപ്പൊ മറുപടി പറയാൻ പറ്റൂല. എല്ലാ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പറയും നോമ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചെന്നേന്. എന്തുകൊണ്ടാ ബോധം ഉണ്ടായത്? നോമ്പ് അതിന് അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നോമ്പ് കഴിഞ്ഞാലും അത് അനുവദിക്കുന്നില്ല. ഏറ്റവും നല്ല ശക്തനാരാണ് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞ മറുപടി മല്ല യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവനല്ല, മറിച്ച് കോപം വരുമ്പോ, ദേഷ്യം വരുമ്പോ അത് അണപ്പല്ല് കൊണ്ട് അണച്ചു പിടിച്ച് അതിന് ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല ശക്തിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരിക്കൽ ഒരു സഹാബി റസൂലിനോട് ചോദിച്ചു, മദ്ദീൻ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലെ ദീൻ? ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞു തരാൻ പറ്റും? നമ്മളോട് ദീൻ ചോദിച്ചാൽ എന്തൊക്കെ പറയും നമ്മള്? റസൂല് പറഞ്ഞു, അദ്ദീൻ ഹുസ്നുൽ ഖുൽഖ്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. അതിലെല്ലാം ഉണ്ട്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ സൽസ്വഭാവങ്ങളും കൂടിയതാണ് ദീൻ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ ഒരു മുസ്ലിം? 2.5 മണിക്കൂർ വയന്ന് പറയേണ്ട, ഒറ്റ വാചകം പറഞ്ഞാൽ മതി. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്റെ നാവിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരാണോ? ഞാൻ മുസ്ലിമാണ്. അല്ല, കിട്ടിയിടത്തും കിട്ടാത്തിടത്തും മുഴുവൻ നിങ്ങളെ പരിഹസിച്ച് കിട്ടിയ ചാൻസിനൊക്കെ താങ്ങി ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ, ഞാൻ മുസ്ലിം അല്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്നിട്ട് റസൂല് പറഞ്ഞു, ഫമൻ സാദ അലൈഹി ഫിൽ അഖ്ലാഖ് ഫഖദ് സാദ അലൈക ഫിദ്ദീൻ. അഖ്ലാഖ് എത്ര കണ്ട് ഉത്കൃഷ്ടമാക്കുന്നുവോ, സ്വഭാവം എത്ര കണ്ട് ഉത്കൃഷ്ടമാക്കുന്നുവോ ഒരു മനുഷ്യൻ, അതിനനുസരിച്ച് അവന്റെ ദീനിൽ അവന് വർധനമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും സ്വഭാവത്തെ നിയന്ത്രിക്കുക. അത് വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും മക്കളോടാണെങ്കിലും. ചിലരൊക്കെ നാട്ടിൽ വളരെ നല്ലതരാം, പക്ഷെ വീട്ടിൽ കയറി നോക്കിയാൽ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, സഹോദര സഹോദരിമാരോടുള്ള പെരുമാറ്റത്തിൽ പുലിയാണ്. അതങ്ങനെ ആവണമെന്ന് എങ്ങനെയോ പഠിച്ചു വെച്ചതാ. ആളുകളോടൊക്കെ മാന്യമായി പെരുമാറുമ്പോൾ ഞാൻ വീട്ടിൽ സോഫ്റ്റ് ആയാൽ എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറും എന്ന് ആരോ തെറ്റായി മനസ്സിലാക്കി കൊടുത്താണ്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തോട്, സ്വന്തം ഇണയോട് മാന്യമായി പെരുമാറുന്നവനാണ്. ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ സ്വഭാവ വിശേഷങ്ങളെ, ഗുണവിശേഷങ്ങളെ നിലനിർത്തുന്നതോടൊപ്പം റമദാനിൽ നമ്മൾ ആർജിച്ച മുഴുവൻ നന്മകളെയും നിലനിർത്തണമെങ്കിൽ ഒരു മരുന്ന് കൂടി നമ്മുടെ കയ്യിലുണ്ടാകണം. അത് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. ഏത് സന്ദർഭത്തിലും അള്ളാനെ സൂക്ഷിക്കണം. ഏത് സന്ദർഭത്തിലും അള്ളാ എന്നുള്ള ഒരു വികാരം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. മദീനയിലെ അള്ളാനെ പേടിക്കുന്ന ഒരു പയ്യന്റെ, ഒരു 11കാരനായ ഒരു ബാലന്റെ കഥ റസൂലുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. റസൂലിന്റെ മദീന പള്ളിയില് റസൂലിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന 11 വയസ്സുള്ള ഒരു കുട്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച ആ കുഞ്ഞ് റസൂലിന്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ജീവിക്കാൻ റസൂല് വലിയ ഇഷ്ടം അവനെ. ഒരു ദിവസം അവനെ കാണാനില്ല. അവൻ എവിടെയോ യാത്ര പോകുന്നതിനിടയിൽ അവൻ യാദൃച്ഛികമായി ഒരു മറക്കുള്ളിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് യാദൃച്ഛികമായിട്ട് കണ്ടു.
അവന്റെ ആ ഒരു പ്രായത്തിന്റെ അപക്വത കൊണ്ടാകാം അവൻ കുറച്ചേരം നോക്കി, എന്തോ കണ്ടു എന്നതല്ല, ഏതായാലും കാണാൻ പാടില്ലാത്തവൻ നോക്കി നിന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ ഹൃദയം അങ്ങ് വല്ലാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. അവന് റസൂലിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോരാൻ കഴിയുന്നില്ല. റസൂലിന്റെ മുന്നിൽ ഈ സംഗതി പറയാനുള്ള നാണക്കേട് കൊണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ പിടിക്കപ്പെടുമെന്ന പേടി കൊണ്ട് അവൻ ആ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും തിരിച്ചു വന്നില്ല മദീനയിലേക്ക്. റസൂൽ ആളുകളെ വിട്ട് കരയിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് അവന്റെ മയ്യത്ത് മദീനയുടെ കുറെ ദൂരെയുള്ള ഒരു മലഞ്ചെരുവിൽ നിന്ന് കിട്ടി. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കരഞ്ഞ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, ഇത്തഖില്ല, ഞാൻ ഈ ചെയ്തു പോയ തെറ്റ് എത്രമാത്രം പ്രയാസമുള്ളതാണ്, ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും, എന്തെന്റെ റസൂലിനോട് ഞാൻ പറയുമെന്ന് പേടിച്ച് കരഞ്ഞ് ആ കുട്ടി മരിച്ചു. അവന്റെ ജനാസ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. അവനെ കുളിപ്പിച്ച് ഖബറടക്കാൻ കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുന്ന പോക്കിൽ റസൂൽ ഇങ്ങനെ വല്ലാതെ ഞെരിഞ്ഞി ആളുകളെ ഇടയിൽ കൂടി നടക്കണമായിരിങ്ങനെ നടക്കുകയാണ് റസൂൽ. ആളുകൾ അധികമൊന്നുമില്ല, റസൂലിന് മാന്യമായി നന്നായിട്ട് നടക്കാം. പക്ഷെ റസൂല് നടക്കുന്നത് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചു, റസൂലെ താങ്കൾ എന്താ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എന്റെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന മലായിക്കത്തിനെ കൊണ്ട് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. എന്റെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന മലായിക്കത്ത് അവനെ അകമ്പടി സേവിക്കാൻ, അവന്റെ ഖബറിലേക്കുള്ള യാത്രയിൽ അകമ്പടി സേവിക്കുന്ന ഈ മലായിക്കത്തുകളെ കൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ സൂക്ഷിക്കുക എന്നത് ആ 11കാരന്റെ മനസ്സിലുണ്ടാക്കിയ വികാരമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. ഏതവസ്ഥയിലാണെങ്കിലും ഒരാളും കാണാനില്ല, ഞാനും എന്റെ മൊബൈലും മാത്രം, ഞാനും എന്റെ റൂമും മാത്രം, ഞാനും എന്റെ സ്വകാര്യതയും മാത്രം. ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് സ്വന്തമായി ഉണ്ടായാൽ സത്യവിശ്വാസികളുടെ ഭാഗ്യമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വത്ബഇൽ ഹസനത സയ്യാ വഖാലിഖിൻ നാസി ബിഖുലിഖിൻ ഹസൻ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഏതവസ്ഥയിലും അള്ളാഹിനെ സൂക്ഷിക്കുക. തിന്മ ചെയ്താൽ നന്മ കൊണ്ട് തുടർത്തുക. തിന്മകളിൽ സംഭവിക്കും, പക്ഷെ നന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ തകർക്കുക. വഖാലിഖിൻ നാസി ബിഖുലിഖിൻ ഹസനിൻ. സൽസ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുക. എല്ലാം അള്ളാഹിന്റെ നിരീക്ഷണത്തിലാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സു. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ ഹൃദയത്തിന്റെ വസ്വാസുകൾ വരെ, തോന്നലുകൾ വരെ നാം അറിയുന്നുണ്ട്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് സമീപസ്ഥനാണ്. മാത്രമല്ല, അതിനൊക്കെ പുറമെ ഇടത്തും വലത്തും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും ഇടത്തും വലത്തും നിന്ന് സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതിന്റെ നടുവിലൂടെയുള്ള ഒരു ജീവിതമാണ് സഹോദരന്മാരെ മനുഷ്യന്റെ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനിടയിൽ ഒരു സ്വകാര്യതയില്ല. നമ്മൾ വിചാരിക്കാണതൊക്കെ സ്വകാര്യമാണ്, ഞാനല്ലേ ഉള്ളൂ, ആരും കണ്ടിട്ടില്ല. നമ്മൾ വിചാരിക്കുക അപ്പുറത്ത് റഖീബുണ്ട്, അതീദുണ്ട്, അള്ളണ്ട്, അവൻ ഏൽപ്പിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട മലായികത്തുകളുണ്ട്, തുറന്നു കെടുക്കണം. അതുകൊണ്ട് ഒന്നും സ്വകാര്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ. എന്തുകൊണ്ട് ഞാൻ അള്ളാഹിനെ പേടിക്കണം? അള്ളാഹുവിനെ പേടിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ വഅലമു അന്നഹും മുൽഖു, നിങ്ങൾ അവനെ കണ്ടുമുട്ടേണ്ടവരാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. മാത്രമല്ല, അള്ളാഹിനെ സൂക്ഷിക്കണമെന്നത് അള്ളാഹ് നൽകിയ വസിയത്താണ്. വലഖദ് വസ്വൈനൽ ഇൻസാന വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളോടും ഇപ്പോഴിതാ നിങ്ങളോടും നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. അനിത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹിനെ പേടിക്കണം. നിസ്സാരമായിട്ട് കാണരുത്. റബ്ബിനെ പേടിക്കണമെന്ന് ഞാൻ അവരോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാം. വത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം. വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. എന്തുകൊണ്ടാൽ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്, അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അതിവേഗത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു. ഹിസാബ് നടത്തുന്നവനാണ്, വിചാരണ നടത്തുന്നവനാണ്.
വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അല്ലാഹു അറിയുന്നവനാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, എന്തുകൊണ്ടെന്നാൽ മുത്തഖീങ്ങളായ ആളുകളെ കൂടെ മാത്രമേ അല്ലാഹു ഉണ്ടാവുകയുള്ളൂ. ഇനി ഭൗതികമായ ജീവിതത്തിൽ വല്ലതും സമ്പാദിക്കണോ, അല്ലാഹനെ സൂക്ഷിക്കണം. വമൻ യത്തഖില്ലാഹ്, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജൻ, അവനൊരു മഖ്റജ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, ജീവിതത്തിൽ ഒരു തുറസ് അവൻ ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാൻ കടന്നു പോയാലും അല്ലാഹുവും നമ്മളും ബാക്കിയാണ്. അതുകൊണ്ട് ജീവിതത്തെ ആ കടിഞ്ഞാണിൽ തന്നെ പിടിച്ചു നിർത്തുക. 11 മാസം റബ്ബിന്റെ മുമ്പിൽ ആ വികാരത്തോടെയും വിചാരത്തോടെയും ഇബാദത്തുകളിലൂടെ, അമലി സ്വാലിഹാത്തുകളിലൂടെ, സദഖകളിലൂടെ, നിർബന്ധമായ നമസ്കാരങ്ങളും സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. നോമ്പ് ഇനി അടുത്ത റമളാന് മതി എന്ന് തീരുമാനിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു നോമ്പ്, സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. രോഗികളോടല്ല, പ്രയാസമുള്ളവരോടല്ല, എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. ഇനി അതല്ലെങ്കിൽ വരുന്ന മുഅക്കദായ സുന്നത്ത് നോമ്പുകളെങ്കിലും എടുക്കുക. ആ രീതിയിൽ അല്ലാഹുമായുള്ള അള്ളാന്റെ പാശത്തെ മുറുകെ പിടിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണം. അപ്പോൾ മാത്രമേ റമളാനിനോട് നീതി പുലർത്തിയവരുടെ കൂട്ടത്തിൽ ആ പട്ടികയിൽ നമ്മൾ ഉണ്ടാകൂ. അപ്പോൾ മാത്രമേ റമളാൻ നമുക്ക് അനുകൂലമായി റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കൂ. അവർക്ക് മാത്രമേ റയ്യാൻ ഉണ്ടാകൂ. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആരും പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ റയ്യാൻ അവർക്ക് വേണ്ടി കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവന്റെ സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.